2025 അവസാനിക്കുന്നു. പക്ഷേ ചേഞ്ച് എപ്പോൾ തുടങ്ങും? ഇന്നോ നാളെയോ? ഈ വർഷത്തെ അവസാന ദിവസമാണിന്ന്. പലരും പറയുന്ന കാര്യമുണ്ട്, ന്യൂ ഇയർ റെസൊല്യൂഷൻ. ബട്ട് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ കൊണ്ട് എന്തെങ്കിലും റിയൽ ചേഞ്ച് ഉണ്ടാകുമോ? പലർക്കും അറിയാം, ജനുവരി 1 റെസൊല്യൂഷൻ ജനുവരി 10 തന്നെ മറന്നുപോകും, ചെയ്യാതെ വരും. പ്രോബ്ലം റെസൊല്യൂഷൻ അല്ല, പ്രോബ്ലം ടൈമിംഗ് മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ ലൈഫിൽ ചേഞ്ച് വേണമെങ്കിൽ അതിനൊരു ന്യൂ ഇയറോ ന്യൂ മന്തോ ന്യൂ ഡേയോ ഇതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ടതില്ല. ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പെർഫെക്റ്റ് ഡേറ്റോ ടൈമോ ഇയറോ വേണ്ട. യു ക്യാൻ സ്റ്റാർട്ട് നൗ, ഈ മൊമെന്റിൽ, ഈ സെക്കൻഡിൽ. എവറി മിനിറ്റ് ഈസ് എ ന്യൂ ബിഗിനിങ്. ഓരോ മിനിറ്റും പുതിയതാണ്. ഈച്ച് മിനിറ്റ് ഈസ് എ റീസ്റ്റാർട്ട് ബട്ടൺ. ഈ ടൈം വരെ ലേസിയായി ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു, ഇറ്റ്സ് ഓക്കെ. ബട്ട് അടുത്ത മിനിറ്റ് മുതൽ പ്രൊഡക്റ്റീവ് ആകാൻ ശ്രമിക്കണം. വി ഡോണ്ട് നീഡ് ടു ഫിക്സ് അവർ ഓൾ ലൈഫ് ടുഡേ, വി ജസ്റ്റ് നീഡ് ടു ഫിക്സ് ദിസ് മിനിറ്റ്. പലരും പ്ലാൻ ചെയ്യും, നാളെ മുതൽ നേരത്തെ എഴുന്നേൽക്കും, ഫ്രം ജനുവരി ഐ വിൽ ബി ഡിസിപ്ലിൻഡ്, ഐ വിൽ ചേഞ്ച്. ബട്ട് ടുമോറോ ഈസ് ആൻ എക്സ്ക്യൂസ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതാണ് പിന്നീട് നിങ്ങൾ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നത്. വാട്ട് യു ഡു നൗ ഡിസൈഡ്സ് ഹൂ യു ബിക്കം ലേറ്റർ. ലൈഫ് മാറ്റാൻ വലിയ ഡിസിഷൻസ്, പെർഫെക്റ്റ് പ്ലാൻ വേണമെന്നില്ല. ജസ്റ്റ് സ്മോൾ ആക്ഷൻസ്. 1 പുഷപ്പ്, 1 പേജ് ഓഫ് റീഡിംഗ്, 1 മിനിറ്റ് മെഡിറ്റേഷൻ. ഫോൺ മാറ്റി വെച്ച് കുറച്ചു നേരം ഇരിക്കുക. സ്മോൾ ആക്ഷൻസ് റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്തില്ലെന്ന് തോന്നാം, ബട്ട് ദേ ക്രിയേറ്റ് ഐഡന്റിറ്റി. ദാറ്റ്സ് ഹൗ ഡിസിപ്ലിൻ ഇസ് ബിൽഡ്. 2025 അവസാനിക്കുകയാണ്, ബട്ട് ലൈഫ് അതിനെ കാത്തിരിക്കേണ്ടതില്ല. എ ന്യൂ കലണ്ടർ വുഡ് ചേഞ്ച് യു, എ ന്യൂ ഡിസിഷൻ വിൽ. സോ മേക്ക് ദിസ് പ്രോമിസ്, നോട്ട് ടുമോറോ, നോട്ട് നെക്സ്റ്റ് ഇയർ, നൗ. സ്റ്റാർട്ട് ദിസ് മൊമെന്റ്, റീസ്റ്റാർട്ട് ദിസ് മിനിറ്റ്. ഓരോ മിനിറ്റും മികച്ചതാക്കുക. സോ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ.